ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജാമാണ്, ആപ്പിൾ ജാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായി ഇത് കൊടുക്കാൻ പറ്റും. ഇതിൽ യാതൊരു കളറ്, പ്രിസർവേറ്റീവ്സ്, പഞ്ചസാര അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ബ്രെഡിൽ, ചപ്പാത്തിക്ക് ഒക്കെ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ജാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ജാമിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായി കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും കളേഴ്സും ഒക്കെ ചേർത്തിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ജാമാണ്, ആപ്പിൾ ജാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തോലും കുരുവും ഒക്കെ നീക്കിയതിന് ശേഷം ചെറിയ പീസുകളായി മുറിച്ചെടുത്തു. ഇനി നമുക്കിതിൽ ഞാൻ ഒരു ബീറ്റ്റൂട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും അതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ബീറ്റ്റൂട്ടും ആപ്പിളും ഒരു സ്റ്റീമറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത ബീറ്റ്റൂട്ടും ആപ്പിളും ഒരു സ്റ്റീമറിൽ ഞാൻ ഇട്ട് കൊടുത്തു. അടിഭാഗത്ത് വെള്ളം വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വരെ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി കയറ്റിയിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ച് എടുക്കാം. നമ്മളിതിൽ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് പനങ്കൽക്കണ്ടാണ്. അപ്പോൾ ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുക്കണം. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പനങ്കൽക്കണ്ട് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് അരിച്ച് എടുക്കാം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ പനങ്കൽക്കണ്ട് അരിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഒരു നല്ലൊരു കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഈ പനങ്കൽക്കണ്ട് അരിച്ച് ഇതിലൊഴിച്ചു കൊടുക്കും. ഞാനിത് അടുപ്പത്ത് വെച്ചു. ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു പൊക്കമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് അത്ര തെറിക്കില്ല. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അടിക്ക് പിടിക്കാതെ ഇളക്കിയും കൊടുക്കണം. ഇനി നമുക്കിതിൽ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ പുളി അത്ര ഇല്ലായിരുന്നു. അപ്പോൾ ജാമിന് ഒരു ചെറിയ പുളി കൂടെ വേണം. അപ്പോൾ ഒരു ഹാഫ് ലെമൺ കൂടെ ഒഴിച്ചു കൊടുത്തു. ടോട്ടൽ ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പുളിയും കൂടെ കാണും ജാമിന്. ഇപ്പോൾ ജാം അവസാനത്തെ സ്റ്റേജ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി. ഞാനിതിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി.
ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിടണം. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി. കുറച്ചുകൂടെ തിക്കായിട്ടാണ് വേണമെന്നുള്ളെങ്കിൽ ഒരല്പസമയം കൂടെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കുറുക്കിയാൽ മതി. പക്ഷേ ഒരുപാട് കട്ടിയായി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പ്രിസർവേറ്റീവ്സ് ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.